السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. اتقوا الله عباد الله. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് ഒരുക്കി വച്ചിട്ടുള്ള സ്വർഗ്ഗത്തെ സംബന്ധിച്ച് ഒരുപാട് ഹദീസുകളിലൂടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ വിശേഷണങ്ങളും അതിൻ്റെ കവാടങ്ങളെ സംബന്ധിച്ചും എല്ലാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരത്തിൽ അതിൻ്റെ കവാടങ്ങളെ സംബന്ധിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഫമൻ കാന മിൻ അഹ്ലി സ്വലാത്തി ദുഇയ മിൻ ബാബി സ്വലാഹ്. ആരെങ്കിലും നമസ്കാരക്കാരായിട്ടാണ് ജീവിച്ചത് എങ്കിൽ അവരെ സ്വലാ എന്ന ബാബിലൂടെ, ബാബു സ്വലാ എന്ന ബാബിലൂടെ ആയിരിക്കും അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. വമൻ കാന മിൻ അഹ്ലിൽ ജിഹാദി, ജിഹാദ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടത് എങ്കിൽ ദുഇയ മിൻ ബാബിൽ ജിഹാദി, അദ്ദേഹം ജിഹാദിൻ്റെ ബാബിലൂടെ ആയിരിക്കും, വാതിലൂടെ ആയിരിക്കും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. വമൻ കാന മിൻ അഹ്ലി സിയാമി ദുഇയ മിൻ ബാബിർ റയ്യാൻ, നോമ്പുകാരാണ് എങ്കിൽ അവർ റയ്യാൻ എന്ന വാതിലൂടെ ആയിരിക്കും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. വമൻ കാന മിൻ അഹ്ലി സ്വദഖ ദുഇയ മിൻ ബാബി സ്വദഖ, ആരെങ്കിലും സ്വദഖയുടെ ആളുകളായിക്കൊണ്ടാണ് മരണപ്പെട്ടത് എങ്കിൽ അവർ ബാബു സ്വദഖയിലൂടെ ആയിരിക്കും നാളെ ഖിയാമത്ത് നാളിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ എല്ലാവരും നമസ്കരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മളെല്ലാവരും നോമ്പ് നോൽക്കുന്നുണ്ട്, നമ്മൾ സ്വതക്ക കൊടുക്കുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഈ ബാബിലൂടെ കടന്നു പോകും? ഒരിക്കലുമില്ല. മറിച്ച് ഈ ഹദീസിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരാണോ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാൻ വേണ്ടി ഒരു അമലിനെ സ്വീകരിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ആൾക്കാരുണ്ടാവും അവർക്ക് കൂടുതലായി നിസ്കരിക്കാനും കൂടുതലായി ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നിസ്കരിക്കാനും അത് മുഖാന്തരം അള്ളാഹുലേക്ക് അടുക്കാൻ കഴിഞ്ഞ ആളുകളുണ്ടാവും. അതുപോലെ തന്നെ ചില ആളുകളുണ്ടാവും അവർക്ക് കൂടുതലായി നോമ്പെടുക്കാൻ പ്രയാസം ഉണ്ടാവില്ല, ആ നോമ്പെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ നോമ്പിൽ എന്തെല്ലാം കാര്യങ്ങൾ സൂക്ഷിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചിട്ടുണ്ടോ അതൊക്കെ പറ്റും. അത് കേവലം ഫർള് നോമ്പുകൾ മാത്രമല്ല, മറിച്ച് സുന്നത്തായ നോമ്പുകളും കൂടുതൽ ഇബാദത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട്, ഏത് ഇബാദത്ത് അധികരിപ്പിച്ചുകൊണ്ടാണോ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുത്തത്, ആ ഇബാദത്തിനെ പരിഗണിച്ചുകൊണ്ടായിരിക്കും അവൻ നാളെ സ്വർഗ്ഗലോകത്തിലൂടെ വിളിക്കപ്പെടുക. ഈ ഹദീസിന്റെ അവസാനത്തിൽ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഫഹൽ യുദ്അ അഹദുൻ മിൻ തിൽകൽ അബ്വാബി കുല്ലിഹാ, അല്ലാഹുവിന്റെ റസൂലേ, ഈ അബ്വാബുകളിലൂടെ എല്ലാം വിളിക്കപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം വഅർജു അൻ തകൂന മിൻഹും, ഉണ്ടാകും, താങ്കൾ അവരിൽ പെട്ടവനാണ് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. എന്ന് പറഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി എല്ലാവിധ അഅ്മാൽ സാലിഹാത്തുകളിലൂടെയും അല്ലാഹുവിലേക്ക് അടുത്ത വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നാളെ സ്വർഗത്തിലേക്ക് എല്ലാ വാതിലുകളിലൂടെയും കയറി ചെല്ലാവുന്ന ഒരു സഹാബി അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുന്നത്. മറ്റൊരു ഹദീസിലും കാണാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബാക്കളോട് ചോദിക്കുകയാണ്, ആരാണ് നിങ്ങളിൽ നിന്ന് നോമ്പുകാരനായിട്ടുള്ളത്? അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അത് ഞാൻ ഇന്ന് നോമ്പുകാരനാണ്. ആരാണ് ഇന്ന് ഒരു ജനാസയെ അനുഗമിച്ചിട്ടുള്ളത്? അപ്പോഴും പറഞ്ഞു, ഞാൻ അനുഗമിച്ചിട്ടുണ്ട്. ആരാണ് ഇന്ന് ഒരു മിസ്കീനിന് ഭക്ഷണം കൊടുത്തിട്ടുള്ളത്? അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കൊടുത്തിട്ടുണ്ട്. ആരാണ് നിങ്ങളിൽ ഇന്ന് ഒരു രോഗിയെ സന്ദർശിച്ചത്? അപ്പോഴും റസൂലുള്ളാഹി അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവിധത്തിലും അബൂബക്കർ റളിയല്ലാഹു തആല എന്ത് ചെയ്തിരുന്നു? എല്ലാ സൽക്കർമ്മത്തിലൂടെയും അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. നമ്മളൊക്കെ ചിലപ്പോൾ നമുക്ക് കൂടുതലായിട്ട് നിസ്കരിക്കാൻ കഴിയും, ചിലപ്പോൾ നമുക്ക് കൂടുതലായിട്ട് നോമ്പെടുക്കാൻ കഴിയും, അല്ലെങ്കിൽ കൂടുതലായിട്ട് സ്വതക്ക കൊടുക്കാൻ കഴിയും. നമ്മളെ കൊണ്ട് കഴിയുന്ന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാം. നമ്മൾക്കൊരു പ്രവർത്തനം ഉണ്ടാകണം, അള്ളാഹുലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാൻ വേണ്ടിയുള്ള ഇഖ്ലാസോടുകൂടി, മറ്റാരെയും ബോധിപ്പിക്കാനല്ല, ഇഖ്ലാസോടുകൂടി നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു പ്രവർത്തനമെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്രവർത്തനത്തിൻ്റെ ബാബിലൂടെ നാളെ സ്വർഗത്തിലേക്ക് നമ്മൾ വിളിക്കപ്പെടുമെന്നൊക്കെ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹു ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും
വറഹ്മത്തുള്ളാഹി വബറകാതുഹു.